വന്ന ആ ഇലക്ട്രിക് ലൈൻ ഉണ്ടല്ലോ, 3 ഫേസും സിംഗിൾ ലൈനും എല്ലാം കൂടെ ഇങ്ങോട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡും തമ്മിൽ ക്രോസ് ചെയ്ത കമ്പികളുണ്ടായിരുന്നു. അതെല്ലാം താന്ന് കിടക്കാൻ വളവിന് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ പൊക്കമുള്ള ലോറിയായിരുന്നു. നേരെ ആ ലൈനെല്ലാം കൂടെ വലിച്ചു പറിച്ച് ഞാൻ നോക്കുമ്പോൾ കമ്പികളെല്ലാം മുട്ടി സ്പാർക്ക് അടിക്കുന്നേ. ഞാൻ പറഞ്ഞത് ഷോർട്ട് ആയാലോ എന്ന് പറഞ്ഞത് ഇതിന് മുമ്പ് കമ്പിയെല്ലാം പൊട്ടി താഴെ. അയാൾ ഇത് അറിയുന്നേ ഇല്ല ഈ മോൾഭാഗം. പക്ഷേ പുറകെ വന്ന വണ്ടിക്കാരും എല്ലാവർക്കും പിന്നെ റോഡ് ക്രോസ് ചെയ്യാനേ റെഡി. കാരണം ഇത് ലൈനല്ലേ 11 kV എല്ലാം കൂടെ കിടക്കുന്നത്. ചക്ക തന്നോ? ഇല്ല പഠിത്തതോ ഇല്ല. മോടെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. ഇവിടെ പഴുത്തയൊക്കെ മേടിക്കാൻ കിട്ടും. ഇവിടെ ചെറിയ ഒരു ഇച്ചിരി മേടി, ഒരു സ്വല്പത്തിനും 2 കിലോ എല്ലാം മേടിക്കണോ? ഇനി സമരക്കാർ നോക്കുന്നുണ്ടോ, കിളങ്ങുന്നുണ്ടോ? ആ ട്രേഡ് യൂണിയൻ നാളത്തേക്ക് ഓൾറെഡി ചുമ്മാ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ലാതെ. പിന്നെ ഇപ്പൊ ആൾക്കാർക്കെല്ലാം ഒരു ഇഷ്ടമായി. കാരണം ഇതുപോലെ നേരത്തെയൊക്കെ പണ്ട് മുട്ടിന് ഹർത്താലുണ്ടായിരുന്നു. ഓഫീസിൽ ജോലിക്ക് പോകുന്നവർക്കും പോകണ്ടല്ലോ. ഇപ്പം വന്നിട്ട് 5 വർഷമായിട്ട് ഹർത്താലേ ഇല്ല. സ്കൂളിലെ പിള്ളേർ നോക്കിയിരിക്കേ. സ്കൂളിൽ നിന്ന് ഇതുവരെ പറഞ്ഞില്ല കേട്ടോ. ഇല്ല അവധിയാണ് കാര്യമായിരിക്കും. അതാ രാവിലെ ബിസിനസ് സാർ പറഞ്ഞത്, ഇത് ട്രേഡ് യൂണിയൻ ആ ജോലിക്കാർ മാത്രമേ ഉള്ളൂ. ട്രേഡ് യൂണിയൻ ആകുമ്പോൾ വണ്ടിക്കാരും ഇവരെല്ലാം പണി മുടക്കുമല്ലോ. 4 പേരെ ഉള്ളതിലും പണി മുടക്കാൻ എല്ലാവരും. ഇവിടെയൊക്കെ ഓർക്കുന്നുണ്ടോ ശരിയും ബ്രോഡ്വേയുടെ തുണിക്കടയാ? ഞാൻ പണ്ടൊക്കെ എനിക്ക് എറണാകുളം കംപ്ലീറ്റ് അറിയായിരുന്നു. പക്ഷെ ഇപ്പം ആ വഴികളൊക്കെ 1 വേ എല്ലാം ആയപ്പോഴത്തേനും ബാങ്കറ്റ് ഹോൾ വിവാൻഡ അല്ലേ? മറ്റേ ആ ഭീകരാക്രമണത്തിന് ശേഷം ഓക്കെ വിവാൻഡയായി മാറി. ഒത്തിരി ഇത് വന്നു. എയർപോർട്ടിൻ്റെ അവിടെ വന്നു, ആലിബായ് വന്നു, താജ് തന്നെ എയർപോർട്ടിനോട് വലിയ ഒരെണ്ണം വന്നു. അതൊക്കെ പുതിയ പ്ലോട്ടുകളായതുകൊണ്ടേ പുതിയ ഹോട്ടൽ പണിതായിരിക്കും. അല്ല ഇതൊക്കെ പഴയ കെട്ടിടങ്ങളേ. ഇത് പഴയത് പണ്ട് തൊട്ട് ഇവിടെ എറണാകുളത്താവുന്നുള്ളതല്ലേ ഉള്ളൂ. പണ്ട് ഇവിടെ വെല്ലിംഗ്ടണിലായിരുന്നല്ലോ എയർപോർട്ടേ, അതിനടുത്തായിട്ട് വെച്ചിരുന്ന. അതെ അന്ന്. അതുകൊണ്ട് ബ്രോഡ്വേക്കൊക്കെ ഭയങ്കര ഇവിടെ എയർ ഇന്ത്യയുടെ ഓഫീസൊക്കെ ഇവിടെ ആൾക്കാരിങ്ങനെ വെളുപ്പിന് വന്ന് നിൽക്കുമായിരുന്നു. കാരണം അന്ന് ഓഫീസിൽ വന്ന് എൻലോഡ് ചെയ്തെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ഓക്കെ ആവും. ഞാൻ കഴിഞ്ഞ ദിവസം വണ്ടിയെ കയറി 70 വയസ്സുള്ള ഒരു അമ്മച്ചി ഉണ്ടല്ലോ, 1960 കണ്ട് ഇവിടുന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്നത്. അപ്പം ട്രിവാൻഡ്രത്തിന് ഫ്ലൈറ്റിൽ ടൂർ കൊണ്ടുവന്ന് പറഞ്ഞു. 40 രൂപ എന്ന് പറഞ്ഞു. 40 രൂപ 60 രൂപ. ഞാൻ ആരും പറഞ്ഞിട്ട് വിശ്വസിക്കുകയല്ലെന്ന് പറഞ്ഞു. പുള്ളിക്കാരെന്ന് പറയുകയാണേ അതിവിടെ സെൻട്രാസിലാണ് പഠിച്ചെന്ന് പറഞ്ഞു 10ാം ക്ലാസ്സില്. അപ്പൊ അവിടുന്ന് അന്നേരം ഫ്ലൈറ്റിന് ട്രിവാൻഡ്രത്തിന് ടൂർ കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഞാൻ ഒരു ഇന്റർവ്യൂ ചെയ്ത ഒരു ജോയ്സ് എന്ന് പറഞ്ഞൊരു സാറേ, ഇവിടെ FSCTയുടെ വലിയ സീനിയർ മാനേജറൊക്കെ, വലിയ ഡിവിഷൻ മാനേജറൊക്കെ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, അന്ന് FSCTയുടെ ഈ മാർക്കറ്റിംഗ് ഡിവിഷനിലായിരുന്നു അദ്ദേഹം. അന്ന് ഫ്ലൈറ്റിനാണ് പുള്ളി മദ്രാസിനും ഇന്ത്യയിൽ എല്ലായിടത്തും പോകുന്നത്. ഒരു ദിവസം ഫ്ലൈറ്റ് ഒരു ദിവസം ഫ്ലൈറ്റ് കയറാൻ നിന്നപ്പം പാസഞ്ചേഴ്സിനെ എല്ലാം ഒന്ന് കുറച്ച് ഡിലേ ചെയ്യിച്ചു പ്ലെയിനെ കയറാനേ. അപ്പം നോക്കിയപ്പം ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് അവസാനമായിട്ട് മദ്രാസിന് പോകുന്ന ഫ്ലൈറ്റ് ജേർണി ആയിരുന്നു. അന്ന് ആദ്യത്തെ പാസഞ്ചർ ശ്രീ ചിത്ര തിരുനാൾ. ഓൾറെഡി ഭരണമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു രോഗാവസ്ഥയിൽ മദ്രാസിലെ ട്രീറ്റ്മെൻറ്റ് പോവുകയാണെന്നാണ് എല്ലാവരും. അത് ലാസ്റ്റ് യാത്ര ഉടനെ മരിച്ചെന്നും പറഞ്ഞു. ഇപ്പം പറയുമായിരുന്നു ചിത്ര തിരുനാൾ യാത്ര ചെയ്ത ഫ്ലൈറ്റിൽ അദ്ദേഹം. അത് ആ കാലത്തൊക്കെ ആൾക്കാർ വളരെ തുച്ഛമാണ്. വല്ല സിനിമാക്കാരോ വല്ലതൊക്കെ ഇതുപോലെ ടോപ്പ് എക്സിക്യൂട്ടീവ്സൊക്കെ പോകും. ഇവര് പറഞ്ഞു അന്നൊക്കെ 10ാം ക്ലാസ്സിലെ ടൂറിന് തന്നെ 60 രൂപ ഭയങ്കര തുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഇവര് എറണാകുളത്തുള്ള അന്നത്തെ ആൾക്കാർക്ക് വെച്ച സാമ്പത്തികമുള്ള ആൾക്കാരുണ്ടല്ലോ. അതെ ഈ പറഞ്ഞ 60-ലെ കാര്യം അവർ പറഞ്ഞെങ്കിൽ ഞാൻ പറയാം 72-ല്
ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പം 7 രൂപയ്ക്ക് തിരുവനന്തപുരത്തിന് പോകാൻ നേരത്ത് ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ടീച്ചേഴ്സ് ആയിട്ടോട് വിട്ടില്ല എന്ന് പറഞ്ഞാൽ 7 രൂപ അന്ന് ഭയങ്കര സ്ട്രോങ്. ഒരു ചാക്കായിരിക്കും 5 രൂപയൊക്കെ ഉള്ള സമയം പോലെ. യൂനോ അന്ന് റേഷൻ കടയിൽ സാധനങ്ങൾ മേടിച്ചാണ് ജീവിക്കുന്നത്. ജീവനക്കാരാണേലും അല്ലാത്തവരാണ് എല്ലാ റേഷൻ കട. മണ്ണെണ്ണയൊക്കെ യൂനോ മണ്ണെണ്ണ കുപ്പിയിലാണ് ജീവിതം. എന്നിട്ട് ഒരേ ഒരു ടൂറിനെ സ്കൂളിൽ നിന്ന് ശരിക്കും പറഞ്ഞ് പോയിട്ടുള്ളൂ. അത് കുറ്റാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയതാണ്. അത് എൻജോയ് ചെയ്തു. അപ്പം ഈ പറഞ്ഞത് ശരിയാണ്, ടൂറിന് വിടത്തില്ല പിള്ളേരൊന്നും. പുള്ളിക്കാര് പറഞ്ഞു എൻ്റെ മക്കള് പോലും ഇന്നലെ ഫ്ലൈറ്റിൽ കയറില്ല. അത് കഴിഞ്ഞ് അവരുടെ കുടുംബമൊക്കെ ക്ഷയിച്ചു പോയിട്ടേ ഇപ്പൊ വലിയ സാമ്പത്തികമൊന്നും ഇല്ല. അന്ന് അവരുടെ കാരണന്മാർക്ക് നല്ല പൈസയൊക്കെ ഉണ്ടായിരുന്നോണ്ട് ഇവരെ വിട്ടു. പക്ഷെ ഇപ്പൊ എൻ്റെ മക്കള് പോലും കേട്ടില്ല. പക്ഷെ ഞാൻ ആ പ്രായത്തിൽ പോയെന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞ പി.സി. തോമസിൻ അറിയാമല്ലോ അല്ലേ? നമ്മുടെ സീതപ്പഴം ഉണ്ട് കേട്ടോ. കാണാമല്ലോ. ഇനിയും കാണുവാണേ നോക്കണേ. ഞാൻ തിരിച്ചു വരാൻ പറഞ്ഞില്ല. അതൊന്ന് വൈകിട്ട് വരെ മേടിച്ചാൽ മതി. വൈകിട്ട് വരും മേടിച്ചാൽ. അന്ന് കിട്ടിയില്ല, അവിടെ നിന്ന് കിട്ടിയില്ല. ഇല്ല, ഞാനുള്ള കടകളെല്ലാം നോക്കി. ചക്ക വീട്ടിൽ കടയിലുണ്ട്, ഞാൻ ഇടയ്ക്ക് വാങ്ങിച്ചായിരുന്നു, നല്ലതായിരുന്നു. ചെറിയ ഫ്രൂട്ട്സ് മേടിച്ചായിരുന്നു, പേരയ്ക്കൊക്കെ. അന്നേരം അവർ പറയുകയും ചെയ്തു സീതപ്പഴം കഴിഞ്ഞു. ഒരു മുറി വെള്ളം മേടിച്ചാൽ ചെറിയ മുറി വെള്ളം ചെറിയത് മതി. കാരണം വെച്ചാൽ ഇന്നും നാളെയൊക്കെ തിരക്കാം. ചക്ക അപ്പുറത്തേക്ക് പോകുന്നു. ഇവിടെ ഉണ്ടായിരുന്നു ചക്ക. എറണാകുളത്തെ സ്കൈലൈൻ ഞാൻ തുന്നിച്ചു വെച്ചാൽ മേടിച്ചാൽ നമുക്ക് ഞെക്കി നോക്കുമ്പോൾ മണത്ത് നോക്കുമ്പോൾ അറിയാമല്ലോ. അപ്പൊ ഞാൻ ചെറിയ ഒന്നും മേടിച്ചിട്ടുള്ളൂ. പുഴയല്ല, വരിക്ക ഇവിടെ വരിക്ക കൊണ്ടുപോക്കോളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഞെങ്ങ പോകൂല, കൈ കയറി പോവുമല്ലോ. എന്നിട്ട് ഞാൻ അവരുടെ കൂടെ തുന്നിച്ചിങ്ങനെ നോക്കിയപ്പം നല്ലതായിരുന്നു. ഇപ്പൊ വിയറ്റ്നാം മേളിൽ എന്ന് പറഞ്ഞ സാധനം ഇല്ലേ ചേച്ചി, പെട്ടെന്ന് കായ്ക്കുന്ന 6 മാസം കൊണ്ട് എപ്പോഴും ചക്കയുള്ളത്, ചെറിയ ചക്ക, നല്ല മധുരമാണ്. അപ്പൊ അത് കൂട്ടി ഇപ്പം വിപണനത്തിൽ എല്ലായിടത്തും വരുന്നുണ്ട്. നിങ്ങളുടെ അങ്ങോട്ട് തിരിയുന്നിടത്ത് ഒരു കടയിൽ അവിടെ ഇരിക്കുന്നതാണ്. ചൂലും പക്കത്ത് വാങ്ങിക്കണം അല്ലേ? അല്ല, അത് വേണം ഇപ്പൊ മേടിച്ചോണ്ട് പോവാം. നമ്മളെ കോട്ടയത്തെ സ്ഥലം വിട്ടിട്ട് നമുക്ക് ഇതിനകത്ത് ഫ്ലാറ്റ് മേടിക്കാം സാറേ. ഫ്ലാറ്റിനൊന്നും ഇനിയും ജീവിതമില്ല. വെള്ളം കണ്ട് കിടക്കാം, വെള്ളം കുടിച്ചെന്ന് മരിക്കാന്ന് പറഞ്ഞൊരു വെള്ളം കണ്ട് കിടക്കാന്ന്. ഇന്നലെ ഞങ്ങൾ വിളിച്ച കാര്യം പറയുന്നത് ഒരു അമേരിക്കക്കാരൻ്റെ വസ്തു വയ്ക്കാനുണ്ട്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇടപെടാക്കി തരാം. പ്രോപ്പർ പരിപാടിയായിരിക്കും. അറിയാവുന്നതുകൊണ്ട് അങ്ങ് പറഞ്ഞതാണ്. എന്താ നമ്മുടെ മനസ്സിലിരിപ്പെന്ന് അറിയാതെ. നമ്മുടെ ഇവിടെ ആർക്ക് കൊടുക്കുന്നോർത്ത് നമ്മളിരിക്കും. അന്നേരം നമുക്കിനി വേറെ അല്ലേ. ഒരു യൂട്യൂബിൽ ഒരാള് അങ്ങനെ വലിയ ബിസിനസ്സുകാരനും റിയൽറ്ററും കാര്യങ്ങളും. അദ്ദേഹത്തിന് 13.5 ഏക്കർ ഇവിടെ കണ്ടം എങ്ങാണ്ടുണ്ടേ. അത് പുള്ളി ഇപ്പം അങ്ങനെയുള്ള കണ്ടം നികത്താനൊക്കത്തില്ലല്ലോ. ഇതുപോലൊന്നും ആക്കിയെടുക്കാൻ പറ്റാം. പുള്ളിക്ക് അതൊന്ന് തരം തിരിച്ചൊന്ന് കിട്ടണം. പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കൊടുക്കുന്നുണ്ട് സാറേ. ആ കെയർ ഓഫ് പുള്ളിയുടെ 2.5 കോടി രൂപയാണ് ഒരു പാർട്ടി അടിച്ചെടുത്തത്. എന്നിട്ട് പരാതി കൊടുക്കാൻ പറ്റുകയില്ല. കൊടുത്തിട്ട് കാര്യം താരിപ്പണിയായിട്ട് ചെയ്തുമില്ല. പിന്നെയും വാശി വെച്ചോണ്ട് വരിക. അത് അങ്ങനെ ഇങ്ങനെ. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തട്ടിപ്പായിരുന്നു. തരം മാറ്റി കൊടുക്കുന്നവരുണ്ട് പൈസ. പൈസ മേടിച്ചു കഴിഞ്ഞിട്ട് കഴിയുമ്പോഴായിരിക്കും ഇവരുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ചിലപ്പോൾ തലമാരൊക്കെ പോകുന്നത്. പിന്നെ ആ പരിപാടി നടക്കിയല്ലോ. പിന്നെ പൈസ മേടിച്ച് തിരിച്ചു കൊടുക്കുകയില്ലല്ലോ. ഇതൊന്നും കലക്ടറും അങ്ങോരോ ഒന്നും അറിയാതൊന്നും കാര്യം നടക്കില്ല. നേരായ പരിപാടിയല്ല. അത് കഴിഞ്ഞ ഒരാൾ സ്ഥലം മാറി വന്നു കഴിയുമ്പോഴത്തേക്കും അത് അവർ സമ്മതിക്കാൻ വരുമ്പോഴാണ് ഈ പകുതി ബിൽഡിങ്ങുകളൊക്കെ പണി തീർന്ന് പെർമിഷൻ കൊടുക്കാൻ കിടക്കുന്ന കേസ്. അതാണ് 2.5 കോടി രൂപ. ആദ്യമേ പൈസ കൊടുത്ത് പണി തുടങ്ങും. ഞാൻ തന്നെ ആ തടി എനിക്ക് പഞ്ചായത്തിൽ നിന്ന് അപ്രൂവൽ കിട്ടി, നമ്പർ കിട്ടി, KSBിയുടെ കണക്ഷനും കിട്ടി.
ഒരു 10 വർഷം എന്നെ നടന്നിട്ട്. എൻ്റെ ഒരു നല്ല കാലം, ഞാൻ 50ാമത്തെ വയസ്സിൽ പ്ലാൻ ചെയ്ത് തുടങ്ങിയ ഒരു പ്രോജക്റ്റ്, അതിൻ്റെ ഡ്രോയിങ്ങും കാര്യങ്ങളും സെറ്റ് ചെയ്ത് പഞ്ചായത്തിൽ കൊടുത്ത് അപ്രൂവൽ എടുക്കാൻ ഒരു 10 വർഷം. അപ്പം ലാസ്റ്റ് ക്ലാസ്സൊക്കെ ആയപ്പം ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ് അപ്പോഴത്തേനും ഒരു തടി ഉണ്ടായിരുന്നു, അത് വെട്ടിയിട്ട് മുഴുവൻ അത് ഡ്രോയിങ് അനുസരിച്ച് സെറ്റാക്കി. മനസ്സിലായില്ലേ? അപ്പോഴത്തേനും നമ്മുടെ ഒരു പ്രായമായിപ്പോയി. മനസ്സിലായില്ലേ? നമ്മുടെ ആത്മധൈര്യം ചോർന്നു. പിന്നെ അതുകൊണ്ട് യാതൊരു വിലയിലായിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, അതൊരു ബാങ്കിൻ്റെ കെട്ടിടം. അവരെന്നോട് പറഞ്ഞ് നിങ്ങളൊരെണ്ണം ഉണ്ടാക്കുന്നേ, കോപ്പറേറ്റീവ് ബാങ്കിനെ. അപ്പോൾ അതിനനുസരിച്ചുള്ള സെല്ലാറൊക്കെ ഇട്ടാണ് ചെയ്തത്. കാരണം അവർക്കെല്ലാം സ്ട്രോങ് റൂം വേണമല്ലോ. അപ്പോൾ അതെല്ലാം ഡിസൈൻ ചെയ്ത വലിയ ആർക്കിടെക്റ്റിനെ കൊണ്ടാണ് ഞാനത് ഡിസൈൻ ചെയ്യിപ്പിച്ചത്. ഇപ്രാവശ്യം വന്നിട്ട് തലമുടി കറപ്പിച്ചില്ലേ? വേണ്ടത് വെച്ചിട്ടാണ്. കാരണം പരിപാടി നിർത്തി 70 അടുക്കാറായി. കൊറേ അടിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ കല്യാണത്തിന് മാത്രമല്ലേ ചേച്ചി കറപ്പിച്ചത്? ആള് മാറിപ്പോയായിരുന്നു. ഒരു മഴയത്ത് അവിടെ പോയി 1 മണിക്കൂർ എടുത്തൊക്കെ. സത്യം. ഞാൻ ഇന്ന് കുടുവിൽ കയറിയില്ല, ഇതിലേ പോയി ഭയങ്കര മഴയും ഇറങ്ങാനും ഞങ്ങള് ഞാൻ കയറി വന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയോ? പോകത്തില്ല. ഞാൻ മറ്റേ ഫോൺ എടുക്കാഞ്ഞോണ്ടേ നീ അത് ട്രൈ ചെയ്യുമോ എന്നൊരു സംശയം എനിക്ക്. അതാ പറ്റിപ്പോയത്. നമ്മൾ ഇന്നലെ അതുവഴിയൊക്കെയാ വന്ന് കയറിയത്. ഗൂഗിൾ മാപ്പ് മൊത്തമായിട്ട് കറങ്ങിക്കളഞ്ഞു. ചൂല സാധനം ഇപ്പൊ ഓടിക്കണ്ടോ ചേച്ചി? ഈ സൈഡിലുള്ള എവിടെയെങ്കിലും നിർത്താം. ഇല്ല, ആലോചിക്ക് പോയി തിരിച്ചു വരും. വേണ്ട, ഉച്ച കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒത്തിരി കടകൾ കാണാം. ഇന്നിപ്പോ അതുകൊണ്ട് തൂത്ത് കഴിയാനുണ്ടോ? ഒന്നുമില്ല. ഉണ്ടോ? ചൂലും ബക്കറ്റൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞോ?